ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അലീന കീമോതെറാപ്പി ഫോർ അമീബിയാസിസ് വരാം. കേൾപ്പിക്കാം. Okay. Shihana, what are the classification of amoebicidal drugs? Okay. Anuj, what are the side effects? Side effects ഏതൊക്കെയാ? Okay. ഷെമീന, എനിക്ക് അന്തർമിനറ്റിക് ഡ്രഗ്സ് പറ. ഓക്കെ, അതിൽ ക്ലാസിഫിക്കേഷൻ പറ. ഫ്ലവമിസോൾ, തിയാബെൻഡസോൾ, ബ്രിത്യനോൾ, ക്ലാസിക് ക്യാൻസർ, നിക്ലോസമൈഡ്. ഓക്കെ, ഇത്രയാണ് ഇന്നലെ പറഞ്ഞത്. അടുത്ത ഹെഡിങ് കൊടുക്കാം, ഐഡിയൽ അന്തർമിനറ്റിക് ഡ്രഗ്. അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം, ഐഡിയൽ അന്തർമിനറ്റിക് ഡ്രഗ്. അതായത് അന്തർമിനറ്റിക് ഡ്രഗ്സിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളാണ് പറയാൻ പോകുന്നത്. ഐഡിയൽ അന്തർമിനറ്റിക് ഡ്രഗ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ഇഫക്റ്റീവ് ഓറലി, അതായത് ഓറൽ റൂട്ട് ആയിരിക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഇഫക്റ്റീവ് ഓറലി, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇഫക്റ്റീവ് ഇൻ സിംഗിൾ ഡോസ്. സിംഗിൾ ഡോസ് ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സിംഗിൾ ഡോസ് ഇഫക്റ്റീവ് ആയിരിക്കും. Then third point, wide therapeutic index. Wide therapeutic index. Therapeutic index, wide therapeutic index എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ therapeutic index എന്ന് പറഞ്ഞാൽ ഹൈ ടോക്സിസിറ്റി ടു വേംസ്. വേംസിനായിരിക്കും ടോക്സിസിറ്റി കൂടുതൽ ഉണ്ടാവുക. ലെസ് ഇൻ ഹോസ്റ്റ്. ഓക്കെ, ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽ ആകാം അല്ലെങ്കിൽ ഹ്യൂമൻസ് ആകാം. ഓക്കെ, ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ഹ്യൂമൻസിന്. ഓക്കെ, അതായത് ഹ്യൂമൻസിന് ലെസ് ആയിട്ടുള്ള ടോക്സിസിറ്റി, സൈഡ് എഫക്ട്സ് ടോക്സിസിറ്റി ഉണ്ടാകുള്ളൂ. വോംസിനായിരിക്കും ടോക്സിസിറ്റി കൂടുതൽ. അതാണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന്. ഇവിടെ എന്താണ് വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നിട്ടുണ്ടെങ്കിൽ വ്യാപകമായിട്ടുള്ള എന്താ പറയുക, വലിയ രീതിയിലുള്ള എന്താണ് വോംസിന് ടോക്സിസിറ്റി ഉണ്ടാകും, ഹ്യൂമൻസിന് കുറവുമായിരിക്കും.
then next one economical ആയിരിക്കും. next one compatibility with other drug മറ്റു ഡ്രഗ്സുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. okay next one activity against mature and immature stages. activity against mature and immature stages അതായത് മെച്ചൂർ സ്റ്റേജ് ഇമ്മച്യൂർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേംസിന്റെ ആണ്. ഓക്കെ അതായത് വേംസിന്റെ മെച്ചൂർ സ്റ്റേജിലും ഇമ്മച്യൂർ സ്റ്റേജിലും ഒക്കെ എന്താണ് ഇത് ഈ ഡ്രഗ് ആക്റ്റീവ് ആയിരിക്കും, മീൻസ് പ്രവർത്തിക്കുന്നതായിരിക്കും. ഓക്കെ അതായത് വേംസിന്റെ ലാർവ സ്റ്റേജിലോ അല്ലെങ്കിൽ എന്താ പറയുക മെച്ചൂർ ആയിട്ടുള്ള സ്റ്റേജിലൊക്കെ എന്താണ് ഈ ഡ്രഗ് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ ആക്റ്റീവ് അഗൈൻസ്റ്റ് മെച്ചൂർ ആൻഡ് ഇമ്മച്യൂർ സ്റ്റേജസ്. നെക്സ്റ്റ് പോയിന്റ് ഈസിലി അഡ്മിനിസ്റ്റേർഡ്. ഓക്കെ ഈസി ആയിട്ട് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാം, കാരണം എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഓറൽ റൂട്ട് തന്നെയാണ്. സോ ഈസി ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് പറയാം ഐഡിയൽ അന്തർമെറ്റിക് ഡ്രഗ്സ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് എഫക്റ്റീവ് ഓറലി, ഓറൽ റൂട്ടിൽ വഴിയായിരിക്കും എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇഫക്റ്റീവ് ഇൻ സിംഗിൾ ഡോസിൽ തന്നെ എഫക്റ്റീവ് ആയിരിക്കും. ദെൻ വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് മീൻസ് ടോക്സിസിറ്റി കുറവായിരിക്കും, ഹ്യൂമൻസിന് ടോക്സിസിറ്റി കുറവായിരിക്കും, എന്താണ് വേംസിന് ടോക്സിസിറ്റി കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എക്കണോമിക്കൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ കോമ്പാറ്റിബിലിറ്റി വിത്ത് അതർ ഡ്രഗ്സ് ആയിട്ട് യോജിച്ച് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി അഗൈൻസ്റ്റ് മെച്ചൂർ ആൻഡ് ഇമ്മച്യൂർ സ്റ്റേജസ്. അതായത് വേംസിന്റെ മെച്ചൂർ ആയിട്ടുള്ള സ്റ്റേജിലും ഇമ്മച്യൂർ ആയിട്ടുള്ള സ്റ്റേജിലൊക്കെ ഈ ഡ്രഗ് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ ആക്ടിവിറ്റി അഗൈൻസ്റ്റ് മെച്ചൂർ ആൻഡ് ഇമ്മച്യൂർ സ്റ്റേജസ് രണ്ട് സ്റ്റേജിലും, അതായത് മെച്ചൂർ സ്റ്റേജിലും ഇമ്മച്യൂർ സ്റ്റേജിലൊക്കെ ഈ ഡ്രഗ് പ്രവർത്തിക്കും എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് പോയിന്റ് ഈസിലി അഡ്മിനിസ്റ്റേർഡ്, ഈസി ആയിട്ട് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും, കൊടുക്കാൻ സാധിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് abdominal pain, next one diarrhea, next one nausea and vomiting, next one drowsiness, next one headache. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന സൈഡ് എഫക്ട്സ് ആണ്, അതായത് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, ഡയറി ഉണ്ടാകും, nausea and vomiting, then drowsiness and headache. clear? okay next contraindications. In that first point hypersensitivity, next one renal and hepatic disease. അതായത് കിഡ്നിക്കോ ലിവറിനോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ renal and hepatic disease. next point lactation എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്. ഓക്കെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റേജിൽ കൊടുക്കാൻ പറ്റത്തില്ല. okay next point severe diarrhea and malnourishment. അതായത് സിവിയർ ആയിട്ടുള്ള മീൻസ് തീവ്രമായിട്ടുള്ള ഡയറിയ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മാൽനറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോഷകക്കുറവുള്ളവരിലും കൊടുക്കാൻ പറ്റില്ല. മാൽനറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോഷകക്കുറവ്. എന്നിട്ട് പറയാം കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഫസ്റ്റ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, second one renal and hepatic disease, then lactation, then severe diarrhea and malnourishment. is it clear? clear ആയോ? okay എത്രയാണ് അന്തൽമിനിറ്റിക് ഡ്രഗ്സ്. okay next heading കൊടുക്കുക ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. അടുത്ത ഹെഡിങ് കൊടുക്കുക ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. മെയിൻ ഹെഡിങ് കൊടുക്കുക ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഫസ്റ്റ് പോയിന്റ് ആന്റിസെപ്റ്റിക്സ് എന്ന ഹെഡിങ് കൊടുക്കുക. സബ് ഹെഡിങ് ആയിട്ട് ആന്റിസെപ്റ്റിക്സ്. ഓക്കെ എന്താണ് ആന്റിസെപ്റ്റിക്സ് നോക്കാം. ഓക്കെ antiseptics can be defined as antimicrobial agents which can be applied on the body of living organisms to inhibit the action of microbes. അതായത് ആന്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആന്റിമൈക്രോബിയൽ ഏജൻസ് ആണ്. മീൻസ് മൈക്രോബ്സിന് എതിരെ മീൻസ് സൂക്ഷ്മജീവികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ്, ഏജൻസ് ആണ്. ഓക്കെ, വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ബോഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതായത് ഈ ആന്റിസെപ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലായിരിക്കും. മീൻസ് ഹ്യൂമൻസിന്റെ ആനിമൽസിന്റെ ഒക്കെ ബോഡിയിലായിരിക്കും. അതായത് സ്കിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻ ഇവിടെ എല്ലാം ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ടു ഇൻഹിബിറ്റ് ദി ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വഴി മൈക്രോബ്സിനെ നമുക്ക് തടയാൻ സാധിക്കും. മൈക്രോബ്സിന്റെ ആക്ഷനെ നമുക്ക് തടയാൻ സാധിക്കും. ഒന്നുകൂടി പറയാം. ആന്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആന്റിസെപ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ആന്റിമൈക്രോബിയൽ ഏജൻസ്. ആന്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആന്റിമൈക്രോബിയൽ ഏജൻസ് ആണ്. മീൻസ് മൈക്രോബ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഏജൻസ് ആണ്. വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ബോഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ടു ഇൻഹിബിറ്റ് ദി ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അങ്ങനെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി മൈക്രോബ്സിന്റെ ആക്ഷനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കും, തടയാൻ സാധിക്കും. Is it clear? Okay. Next subheading, disinfectants. Disinfectants. Okay, disinfectants na. A disinfectant can be defined as an antimicrobial agent that can be applied on the surface of some objects in order to destroy the microorganisms residing on it. അതായത് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിമൈക്രോബിയൽ ഏജൻസി തന്നെയാണ്. മീൻസ് മൈക്രോബ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഏജൻസി തന്നെയാണ്. പക്ഷെ എന്താണ്, ഇത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ഒബ്ജക്ട്സിലായിരിക്കും. മീൻസ് വസ്തുക്കളിലായിരിക്കും, വസ്തുക്കളുടെ സർഫസസിലായിരിക്കും. ഓക്കെ, അതായത് മൈക്രോ ഓർഗാനിസംസ് റിസൈഡ് ചെയ്തിരിക്കുന്ന മീൻസ് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ആയിരിക്കുന്ന സർഫസിൽ ആയിരിക്കും. അതായത് വസ്തുക്കളുടെ സർഫസിൽ, വസ്തുക്കളുടെ ഉപരിതലത്തിലായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും, നശിപ്പിക്കാൻ സാധിക്കും. ഒന്നുകൂടി പറയാം. ഡിസിൻഫെക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്റ്റന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ആന്റിമൈക്രോബിയൽ ഏജന്റ് that can be applied on the surface of some objects in order to destroy the microorganisms residing on it. അതായത് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആന്റിമൈക്രോബിയൽ ഏജൻസി തന്നെയാണ്. മീൻസ് മൈക്രോ ഓർഗാനിസത്തിനെതിരെ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഒബ്ജക്ട്സിന്റെ മീൻസ് വസ്തുക്കളുടെ സർഫസിലായിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാൻ സാധിക്കും. Is it clear? Okay. Next heading കൊടുക്കുക, properties of antiseptics or disinfectants. Properties of antiseptics or disinfectants. Antisepticsന്റെ disinfectantsന്റെ properties ആണ് പറയാൻ പോകുന്നത്. Okay, in that first point, microbial activity. Microbial activity means micro organismത്തിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ആണുള്ളത്. Then non staining and good odor. Non staining എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം നൽകുന്നില്ല. And good odor means നല്ല സ്മെല്ലും ആയിരിക്കും. ഓക്കെ, അതായത് നോൺ സ്റ്റെയിനിങ്, സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നിറം, കളർ നൽകുന്നില്ല. ഓക്കെ, കളർ നൽകുന്നില്ല. അതുപോലെ തന്നെ ഗുഡ് ഓർഡറും ആയിരിക്കും, ഗുഡ് സ്മെല്ലും ആയിരിക്കും. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റാപ്പിഡ് ആക്ടിങ്, പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്നതാണ്. Then non absorbable. ഓക്കെ, ഇത് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല, മീൻസ് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. മീൻസ് എന്താ പറയുക, അതിലോട്ട് ആഗിരണം, വസ്തുവിലോട്ട് അല്ലെങ്കിൽ ശരീരത്തിലോട്ട് ശക്തമായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള അർത്ഥം. Then non sensitizing മീൻസ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല, സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നില്ല. നോൺ സെൻസിറ്റൈസിങ് മീൻസ് ഒരു ഇറിറ്റേഷൻസും ഉണ്ടാക്കുന്നില്ല എന്നുള്ള അർത്ഥം. ഒന്നുകൂടി പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ആന്റിസെപ്റ്റിക്സ് ഓർ ഡിസിൻഫെക്റ്റൻസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് മൈക്രോബിയൽ ആക്ടിവിറ്റി, then second one non staining and good odor, next one rapid acting, next one non absorbable, next one non sensitizing. Is it clear? Clear are you? Okay, next heading, general uses of antiseptics or disinfectants. General uses of antiseptics or disinfectants. Uses ആണ് പറയുന്നത് ആന്റിസെപ്റ്റിക്സിന്റെയും ഡിസിൻഫെക്റ്റൻസിന്റെയും. In that
First point, asepsis before injections. Asepsis before injections. അതായത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ എല്ലാം അസെപ്സിസിനെ യൂസ് ചെയ്യും. അസെപ്റ്റിക് ടെക്നിക്കിനെ, അതായത് അസെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതായത് സ്പിരിറ്റ് എല്ലാം യൂസ് മീൻസ് എക്സാമ്പിൾ എന്താ പറയുക, ഇഞ്ചക്ഷൻ ടൈമിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുന്നേ എന്താണ് ആ സ്പേസ് ആ സൈറ്റ് ക്ലീൻ ചെയ്യും. ഓക്കെ, അതായത് സ്പിരിറ്റ് എല്ലാം യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതിനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്, അസെപ്റ്റിക് ടെക്നിക് എന്നൊക്കെ പറയുന്നത്. മീൻസ് കോട്ടൺ യൂസ് ചെയ്തിട്ട് സ്പിരിറ്റും കോട്ടൺ എല്ലാം യൂസ് ചെയ്തിട്ട് എന്താ പറയുക ഇഞ്ചക്ഷൻ സൈറ്റ് ക്ലീൻ ചെയ്യുന്നതിനാണ് അസെപ്റ്റിക് ടെക്നിക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അസെപ്സിസ് ബിഫോർ ഇഞ്ചക്ഷൻസ്. ഓക്കെ, അതായത് ഇഞ്ചക്ഷൻസിന് മുന്നേ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then surgical uses. Second point, surgical uses means surgical ആയിട്ടുള്ള uses ഉണ്ട്. Surgical എന്ന് it's related to operation. Okay, അതായത് operation സൈറ്റ്സിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ക്ലീനിങ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കട്ട്സ് ആൻഡ് വൂണ്ട്. കട്ട്സ് കോമ വൂണ്ട് സെയിം മീനിങ് തന്നെ. അതായത് എന്തെങ്കിലും മുറിവ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വ്രണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ലീൻ ചെയ്യാനും അതിൽ അപ്ലൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Cuts and wound. Next point, disinfection of hospital premises. Disinfection of hospital premises. അതായത് ഹോസ്പിറ്റൽ പരിസരം മീൻസ് ഹോസ്പിറ്റലിലെ വസ്തുക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള പരിസരം മൊത്തം ഡിസിൻഫെക്ട് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിൻഫെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ premises. Next point, water purification means വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൊമസ്റ്റിക് ഡിസിൻഫെക്ഷൻ. ഡൊമസ്റ്റിക് ഡിസിൻഫെക്ഷൻ എന്ന ഗാർഹികപരമായിട്ട് ഡിസിൻഫെക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് കിച്ചൺ സൈഡ് ബാത്റൂം സൈഡിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാം general uses of antiseptics or disinfectants ആണ് പറയുന്നത്. that first point, asepsis before injections. ഇഞ്ചക്ഷൻസിന് മുന്നേ സൈറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. then surgical uses, സർജിക്കൽ സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then cuts and wound, അതായത് മുറിവ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വ്രണമൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഡിസിൻഫെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ പ്രീമിസസ്, അതായത് ഹോസ്പിറ്റൽ സൈഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ പരിസരം എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ഡിസിൻഫെക്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഓക്കെ, വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൊമസ്റ്റിക് ഡിസിൻഫെക്ഷൻ. ഡൊമസ്റ്റിക് ഡിസിൻഫെക്ഷൻ എന്ന ഗാർഹികപരമായിട്ടുള്ള അണുക്കളെ നശിപ്പിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ബാത്റൂം സൈഡിലും കിച്ചൺ സൈഡിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഫിനോൾ ഡെറിവേറ്റീവ്സ്. ഫിനോൾ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഫിനോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ്. എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അണ്ടർലൈൻ ചെയ്യാം. ഫിനോൾ, ക്രിസോൾ, hexachlorophene, chlorohexylenol, ക്ലോറോഹെക്സിനോളിന്റെ ബ്രാക്കറ്റിൽ ഡെറ്റോൾ. ഓക്കെ, ഡെറ്റോളിന്റെ കെമിക്കൽ നെയിമാണ് ക്ലോറോഹെക്സിലിനോൾ. ഒന്നുകൂടി പറയാം. ഒന്നാമത്തത് ഫിനോൾ ഡെറിവേറ്റീവ്സ് ആണ്. ദാറ്റ് ഫിനോള്, ക്രസോള്, ഹെക്സാക്ലോറോഫിൻ, ദെൻ ക്ലോറോഹെക്സിലിനോൾ, ഇതിന്റെ ബ്രാക്കറ്റിൽ ഡെറ്റോള്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓക്സിഡൈസിങ് ഏജന്റ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഹാലോജൻസ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് അയോഡിൻ, ക്ലോറിൻ, ക്ലോറോഫോർസ്. അതായത് ഹാലോജൻസിൽ വരുന്നത് അയോഡിൻ, ക്ലോറിൻ ആൻഡ് ക്ലോറോഫോർസ്.
Then നാലാമത്തെ classification biguanides. Biguanides. അതിൽ വരുന്ന എക്സാമ്പിൾ chlorhexidine. 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 അതായത് നാലാമത്തത് biguanides ആണ്. അതിന് എക്സാമ്പിൾ chlorhexidine. Next അഞ്ചാമത്തെ classification quaternary ammonium. Quaternary ammonium. അതിന് എക്സാമ്പിൾ citrimide. Citrimide. അഞ്ചാമത്തെ classification quaternary ammonium. അതിന് എക്സാമ്പിൾ citrimide. Then ആറാമത്തെ classification alcohols. അതിന് എക്സാമ്പിൾ ethanol, isopropanol. Alcohols ൽ വരുന്നത് ethanol and isopropanol. Then seventh one aldehyde. Aldehyde. Okay, അതിന് എക്സാമ്പിൾ formaldehyde. Formaldehyde. Aldehyde example formaldehyde. Then eighth one acids. Acids. In that example acetic acid, boric acid. Acids ൽ വരുന്നത് acetic acid, boric acid. Then ninth one metallic salt. Metallic salt. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് mercuric compounds, silver and zinc salts. Silver and zinc salts. Metallic salt ൽ വരുന്നത് mercuric compounds, then silver and zinc salts. Then last one, 10th one dyes. Dyes. Okay, dyes in examples gentian violet, acryflavin. Acryflavin. പത്താമത്തത് dyes ആണ്. എക്സാമ്പിൾസ് gentian violet and acryflavin. അതായത് ക്ലാസിഫിക്കേഷൻ 10 ആണുള്ളത്. അതായത് phenol derivatives, oxidizing agents, halogens, biguanides, quaternary ammonium, alcohols, aldehyde, acids, metallic salt and dyes. Is it clear? Okay. ഇത്രയാണ് antiseptics and disinfectants. Okay, question ചോദിക്കാം എന്നിട്ട് അടുത്ത സെക്ഷനോട്ട് പോകാം. Okay, Sona. Okay, what are the ideal anthelmintic drugs? Okay. Shamna, what are the side effects? Okay. Rusana, what are the contraindications? Okay. Alina, what do you mean by antiseptics? Okay. Celia. Okay, Adulya, disinfectants എന്ന് പറഞ്ഞാൽ എന്താണ്? Okay. Shifana, what are the properties of antiseptics?
Okay. Shamina. Okay, what are the general uses of anesthetics? Mm. Mm. Okay. Celia. Celia. Okay, Sona. What are the classifications? Sona. Okay, classification bar. Okay, സെല്ലിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സോന പറഞ്ഞോ. ഉം, ഉം, Biguanides. ഉം, ഉം, Okay. Any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? Any doubt? Okay, നിങ്ങൾക്ക് യൂണിറ്റ് 4ന്റെ എക്സാം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇൻഫോം ചെയ്തായിരുന്നോ ഞാന് യൂണിറ്റ് 4ന്റെ എക്സാം? ഓക്കെ മൺഡേ. ഓക്കെ മൺഡേ. ഓക്കെ മൺഡേ നിങ്ങൾ പഠിച്ചിട്ട് വരാം. ഓക്കെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.